ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ തന്നെ ഒരു നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടിക്കുള്ള തീറ്റ സംഘടിപ്പിക്കുന്നതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം. പക്ഷെ ഒരു ഗ്രൂപ്പ് വർക്ക് ആയതുകൊണ്ട് അത് വളരെ ഈസി ആയിട്ട് തന്നെ നടന്നുപോയി. അപ്പൊ ബെയ്റ്റ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ ചൂണ്ടയിടുന്ന സ്പോട്ടിലേക്ക് അങ്ങ് പോയതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. വഴിയിൽ കണ്ട ഒരു തട്ടുകടയിൽ കയറി പൊറോട്ടയും പോട്ടിയും ബീഫും, ആഹാ, എല്ലാം കൂടെ ചേർത്തൊരു പിടുത്തവും പിടിച്ചിട്ട് നേരെ ചൂണ്ട സ്പോട്ടിലേക്ക്. ആദ്യം മീനടിച്ചത് സബീഷേട്ടനാണ്. സബീഷേട്ടന് മീനടിച്ചിട്ട് സബീഷേട്ടൊന്നും മിണ്ടിയൊന്നുമില്ല. മീനെ പിടിച്ച് കരക്കിട്ട ശേഷം മാത്രമാണ് സബീഷേട്ടൻ സംസാരിച്ചത്. ചൂണ്ടയിടാൻ പോകുമ്പോഴത്തേക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം വളരെ കറക്റ്റ് ആയിരിക്കും. മീനടിയുടെ ഒരു പെരുമഴ തന്നെ ആയിരിക്കും. വലത്തേക്കെറിഞ്ഞാലും ഇടത്തേക്കെറിഞ്ഞാലും നേരെ എറിഞ്ഞാലും ഇനിയിപ്പോ നേരെ ചോട്ടിലെറിഞ്ഞാലും എങ്ങനെ എറിഞ്ഞാലും മീനടിക്കും. എന്നിട്ടും ഒരു മീൻ പോലും അടിക്കാത്ത ഞാൻ. ജീവനുള്ള ചെറുമീനുകളെ ഇരയായി ഉപയോഗിച്ച് വലിയ മീനുകളെ പിടിക്കുമ്പോഴുള്ള ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട ശേഷം വലിയ മീനുകൾ ഇര എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ഇര എടുത്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അതിനെ ഹുക്കപ്പ് കൊടുത്ത് മീൻ ചൂണ്ടയിൽ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷമില്ലേ, അതാണ് ഇതിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ്. ഇരുമ്പ് ചൂണ്ട മീനിന്റെ വായിൽ കുത്തിക്കയറ്റി അതിന്റെ മരണവെപ്രാളം ആസ്വദിക്കുന്ന സൈക്കോപാത്തുകളാണ് ചൂണ്ടക്കാർ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ലോകം ഇങ്ങനെയാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.